വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 16 ദേവാസുരഭാവങ്ങൾ ശ്ലോകങ്ങൾ 16-17. ശ്ലോകം 16 വായിക്കാം. അനേക അനേക ചിത്തം വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷു ച. അവർ അനേക ചിത്ത വിഭ്രാന്ത അനേകം പ്രലോഭനങ്ങൾ മൂലം വിഭ്രാന്തന്മാരായി മോഹജാല സമാവൃതാഃ മോഹമാകുന്ന വലയാൽ ആവൃതരായി കാമഭോഗേഷു കാമഭോഗങ്ങളിൽ പ്രസക്ത ആസക്തരായിട്ട് അശുചോ അപവിത്രമായ നരകത്തിൽ വീഴുന്നു. വിവർത്തനം: ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിലിടുന്നു. ആസുരപ്രകൃതക്കാരുടെ ധനാർജന തൃഷ്ണയ്ക്ക് അതിരില്ല, അതിന് അവസാനമില്ല. ഇപ്പോൾ തനിക്ക് എത്ര സ്വത്തുണ്ടെന്ന് കണക്കാക്കുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയുമാണ് അയാൾ. ധനം നേടാനായി എന്ത് അധാർമിക കൃത്യങ്ങളും നടത്താൻ പഠിക്കില്ല അയാൾ. നിയമവിരുദ്ധമായ ഈ തൃഷ്ണ ശമിപ്പിക്കാനായി കരിഞ്ചന്ത നടത്തും. ഭൂമിയും കുടുംബവും വീടും ബാങ്ക് നിക്ഷേപവുമായി തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവയാൽ വശീകൃതനായി അയാൾ എപ്പോഴും അവയെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. തന്റെ കഴിവിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തന്റെ മുൻജന്മ സുഹൃതങ്ങളാണെന്നത് അറിഞ്ഞുകൂടാനും തനിക്ക് അങ്ങനെ ധനം സമ്പാദിച്ചു കൂട്ടാൻ അവസരം കിട്ടിയെന്നല്ലാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെ പറ്റി ചിന്തിച്ചിട്ടേയില്ല. കുന്നുകൂടിയ ഈ ധനമെല്ലാം തന്റെ പ്രയത്നഫലമാണെന്ന് അയാളുടെ വിശ്വാസം. ആസുര സ്വഭാവിക്ക് സ്വന്തം പ്രയത്ന ശേഷിയിലല്ലാതെ കർമ്മനിയമത്തിൽ വിശ്വസിക്കാനാവില്ല. കർമ്മനിയമപ്രകാരം ഒരാൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയിൽ മുന്നണിയിലെത്തുന്നതും മുൻജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇവയൊക്കെ ആകസ്മികമായി വന്നു ചെയ്യുന്നതോ അല്ലെങ്കിൽ തന്റെ കഴിവുകൊണ്ട് നേടാവുന്നതോ ആണെന്നാണ് ആസുര സ്വാഭാവികൾ എത്തുന്നത്. ജന്മങ്ങളുടെ സൗന്ദര്യത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റും കണ്ടുള്ള വൈവിധ്യത്തിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത നിയമമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നോട് എതിർക്കുന്ന ഏതൊരാളും ശത്രുവാണ് അയാൾക്ക്. ആസുര സ്വഭാവികൾ അനേകം ഇതുണ്ട്. ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വിരോധിയായിരിക്കും. ഈ ശത്രുതയ്ക്ക് ക്രമേണ ആഴം കൂടും. വ്യക്തികൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ച് കുടുംബങ്ങൾ തമ്മിലും പിന്നീട് വർഗങ്ങൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. അതുകൊണ്ടാണ് ലോകത്തിലെങ്ങും നിരന്തരം കലഹങ്ങളും യുദ്ധങ്ങളും നടമാടുന്നത്. ആസുര പ്രകൃതിയുള്ള ഓരോ മനുഷ്യനും വിചാരിക്കുന്നു മറ്റുള്ളവരെയെല്ലാം വരികഴിച്ചും തനിക്ക്
സസുഖം ജീവിക്കാൻ കഴിയുമെന്ന്. തങ്ങൾ തന്നെയാണ് പരമേശ്വരൻ എന്ന് അസുരന്മാർ ചിന്തിക്കുന്നു. അത്തരമൊരു ഉപദേഷ്ടാവ് അനുയായികളോട് പറയും, നീ എന്തിന് മറ്റിടത്ത് ഈശ്വരനെ ചെറുത്തു? നീ തന്നെ ഈശ്വരനല്ലേ, നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഈശ്വരനെ വിശ്വസിക്കേണ്ട, ഈശ്വരനെ മറന്നിട്ടു, മരിച്ചുപോയി ഈശ്വരൻ എന്നിങ്ങനെ. തന്നെ പോലെയോ അതിലധികമോ ധനവും സ്വാധീന ശക്തിയുള്ളവരുമായി വേറെ ചിലരെയും പതിവായി കാണുന്നുണ്ടെങ്കിൽ കൂടി തന്റെ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതാണ് അയാളുടെ വിശ്വാസം. ഉത്കൃഷ്ട ലോകങ്ങളിലേക്കുള്ള പ്രയാണത്തെ സംബന്ധിച്ചാകട്ടെ യജ്ഞങ്ങളുടെ സാർത്ഥകതയെ അയാൾ നിരാകരിക്കും. തങ്ങൾക്ക് പ്രത്യേകമായൊരു യജ്ഞപ്രക്രിയ കണ്ടുപിടിക്കാമെന്നും ഉപരിലോകത്തിലെത്താൻ ഉപയുക്തമായൊരു യന്ത്രം കണ്ടുപിടിക്കാമെന്നും അസുര സ്വഭാവികൾ വിചാരിക്കുന്നു. ഇതിനു പറ്റിയ ഒരു ഉദാഹരണമാണ് രാമായണം. യജ്ഞങ്ങൾ കൂടാതെ ഏത് ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ അയാൾ പരിപാടി ഇട്ടിരുന്നു. ഇക്കാലത്ത് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടങ്ങളായ അന്യഗ്രഹങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന അസുരപ്രകൃതക്കാർ സംഭ്രാന്തിയുടെ ഉദാഹരണങ്ങളാണ് ഇവർ. അറിയാതെ തന്നെ നരകത്തിലേക്ക് ഇക്കൂട്ടർ വഴുതി വീഴുകയാണ്. ഇവിടെ മോഹജാലം എന്ന പദം അർത്ഥമാകുന്നു. ജാലം എന്നാൽ വല. വലയിലകപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവരുടെ സ്ഥിതി. പുറത്തു കിടക്കാൻ കഴിയാതെ എന്ന് സൂചന. കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആത്മസംഭാവിത സ്തബ്ധ ധനമാന മദാന്വിത യജന്തെ നാമയജ്ഞൈഃ തേ ദമ്പേന അവിധിപൂർവകം ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈഃ ഏദന്തേനാവിധിപൂർവകം ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ യജന്തേന അവിധിപൂർവകം ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ദമ്പേന അവിധിപൂർവകം ആത്മസംഭാവിതാ സ്തബ്ധാ ധനമാനമദാന്വിതാഃ യജന്തെ നാമയജ്ഞൈസ്തേ ദമ്പേന അവിധിപൂർവകം മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ആത്മസംഭാവിതാഹ സ്വയം സംപ്രീതരായി, സ്തബ്ധരായി, ധിക്കാരികളായി, ധനമാന മതാന്വിതാഹ ധനം, മിഥ്യാഭിമാനം ഇവയിൽ അഹങ്കരിച്ചവരായ, തേ അവർ, ദംഭേന ഗർവ് കൊണ്ട് മാത്രം, ലോകത്തെ കാണിക്കാനായിട്ട്, അവിധിപൂർവകം വിധിപ്രകാരമല്ലാതെ, നാമയജ്ഞ പേരിന് മാത്രമുള്ള യജ്ഞങ്ങൾ കൊണ്ട് യജന്തെ യജിക്കുന്നു. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ചെയ്യും. തങ്ങളാണ് എല്ലാം എന്നോർത്ത് വേദഗ്രന്ഥങ്ങളിലെ നിബന്ധനകളെയോ പ്രാമാണികരെയോ അനുസരിക്കാത്തവർ ചിലപ്പോൾ പേരിനു വേണ്ടി മാത്രം ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത അവർ നിഷേധികൾ തന്നെ.
സ്വത്ത് കുന്നുകൂട്ടുന്നതിന്റെയും മിഥ്യാഹംഭാവത്തിന്റെയും ഫലമായുണ്ടാകുന്ന വ്യാമോഹമാണ് ഇതിന് കാരണം. അത്തരക്കാർ സന്ദർഭം വന്നാൽ ആചാര്യന്റെ ഇല കൈകൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചേക്കാം. മതപുനരുദ്ധാരകരോ ഈശ്വരാവതാരങ്ങളോ ആയി അറിയപ്പെട്ടെന്നും വരാം. അവർ യജ്ഞകർമ്മത്തെ കാഴ്ചവേലയാക്കി തീർക്കും. ദേവന്മാരെയോ തങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു ഈശ്വരനെയോ പൂജിക്കും. സാമാന്യ ജനങ്ങൾ ഇവരെ ഈശ്വരൻ എന്ന് കരുതി വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മൂഢന്മാർ അവരെ മതസിദ്ധാന്തങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിച്ചവരെന്ന് കരുതി ആദരിക്കുന്നു. സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ഈ ലോകത്തെ തന്നെ ത്യജിച്ച ഒരാൾക്ക് പല നിബന്ധനകളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അസുര സ്വഭാവികൾ അത്തരം വിലക്കുകളൊന്നും വിലവയ്ക്കാറില്ല. തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം. ഏവരും അവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ല തന്നെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാത്തരം വൈദിക വിധികളോടുമുള്ള അവജ്ഞയെ സൂചിപ്പിക്കുന്നു. അവിധിപൂർവം എന്ന വാക്ക് ജ്ഞാനത്തിന്റെയും വ്യാമോഹത്തിന്റെയും ഫലമായിട്ടാണ് ഈ മനോഭാവം ഉണ്ടാവുന്നത്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യം പ്രവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമഖിലം ദദാതി സ്വപദം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവ ശ്രീരാധാ കൃഷ്ണപാദം സഗണലളിത ശ്രീവിശാഖാന്വിതാംശ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നമഃ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയെ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുക ഭക്തിത ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുക വിരുദ്ധാഭസിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ രൂപാനുഭാവരായതേ. ഗൗരാവിർഭവഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോദി ജഗന്നാഥ. ശ്രീരൂപ സനാതന ഭട്ടരഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസരഘുനാഥ. ദേശായ ഗോക്ഷായ ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിഘ്നനാശ അഭീഷ്ടപൂരൻ വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൃഹ്യത്യുഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപ സ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോ മമ മദേർഗതി അത്സംഭോജോ രാധാമദന മോഹനോ ദിവ്യാദ് വൃന്ദാരണ്യ കൽപദ്രുമദ ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ ജ്യേഷ്ഠാലപി സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭി വംശീവടത്തടസ്ഥിതഃ ഹർഷൻ വേണു സ്വനിർഗോപി രഘുനാഥ ശ്രീസ്തുനാം. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാവുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. എന്തെങ്കിലും ശരികൾ എനിക്ക് പറയാൻ സാധിച്ചാൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും
ശീല പ്രഭുപാദിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും പാതാരബന്ധങ്ങളിലൂടെ ദണ്ഡവത് പ്രണാമം. കൃഷ്ണ. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃതാഃ പ്രസക്ത കാമഭോഗേഷു പതന്തി നരകീയശുചോ. ഇങ്ങനെ പലവിധം ആകാംക്ഷകളിൽപ്പെട്ട് വലഞ്ഞും വ്യാമോഹത്തിന്റെ വലയിൽ കുടുങ്ങിയും ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവർ നരകത്തിൽ വീഴുന്നു. ദേവാസുര ഭാവങ്ങൾ എന്ന ഈ അധ്യായത്തിൽ നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അസുര സ്വഭാവികൾ, അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അസുര സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ അവസാനം, അവർക്ക് ആ ജീവാത്മാക്കൾക്ക് എന്താണ് എന്താണെന്നാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ ഓരോ ഗുണങ്ങളും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ രീതികളും വെച്ച് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതായത് അവർക്ക് കാമം, അതാണ് അവരുടെ മെയിനായ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് അതിൽ ആസക്തരായി അവരുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ആ വ്യാമോഹം, അതായത് എല്ലാം ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഈ കാമം കൊണ്ട് മാത്രമാണ്. അതിനുള്ള ഇന്ദ്രിയ സന്ദർപ്പണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ആസക്തിയിൽ പെട്ടിട്ട് അവർക്ക് അവസാനം ഉണ്ടാകുന്നത് എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഇന്ദ്രിയ സുഖങ്ങളിൽ അത്യാസക്തരായി അവര് നരകത്തിൽ വീഴുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ദൈവിക ഗുണങ്ങളുള്ളവർക്ക് ഉപരിലോകങ്ങളിലേക്ക് പോകാനും അതായത് മോക്ഷത്തിന് ഉള്ള സാധ്യത ഉണ്ടാകുന്നു. എന്നാല് ഇങ്ങനെ അസുര ഗുണങ്ങളുള്ളവർക്ക് അവർക്ക് ബന്ധനമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും നരകത്തിലേക്കാണ് പതിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഉപരിലോകങ്ങളിലേക്ക് പോകാനുള്ള വഴി ലഭിക്കുന്നില്ല അവരുടെ ഗുണങ്ങൾ കൊണ്ട്. അസുര പ്രകൃതക്കാരുടെ ധനാർജന തൃഷ്ണയ്ക്ക് അതിരില്ല, അതിന് അവസാനമില്ല. ഇപ്പോൾ തനിക്കെത്ര സ്വത്തുണ്ടെന്ന് കണക്കാക്കുകയും അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ ആലോചിക്കുകയുമാണ് അയാൾ. അതായത് അവർക്ക് ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി അവർക്ക് ധാരാളം ധനം സമ്പാദിക്കേണ്ടതുണ്ട്. അവർ അതുകൊണ്ട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ധനം സമ്പാദിക്കുന്നത്. ഏത് വഴിയിലൂടെയായാലും ശരിയായ മാർഗമാണോ തെറ്റായ മാർഗം, അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ധനം സമ്പാദിക്കണം, അതിനുവേണ്ടി അവർ ഏത് പ്രവൃത്തികളും ചെയ്യാൻ തയ്യാറാണ്. ആ ധനം ഉപയോഗിച്ചുകൊണ്ട് അവര് ഇന്ദ്രിയ സന്ദർഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലാതെ അവർക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ധനം നേടാനായി ഏത് അധാർമിക കൃത്യങ്ങളും നടത്താൻ മടിക്കില്ല അയാൾ. നിയമവിരുദ്ധമായ ഈ തൃഷ്ണ ശമിപ്പിക്കാനായി കരിഞ്ചന്ത നടത്തും. ഭൂമിയും കുടുംബവും വീടും ബാങ്ക് നിക്ഷേപവുമായി തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളവയാൽ വശീകൃതനായി അയാൾ എപ്പോഴും അവയെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ തനിക്ക് എത്ര സ്വത്തുണ്ടോ, എത്ര ആസ്തിയുണ്ടോ, ബാങ്ക് ബാലൻസ് എത്ര, അതെല്ലാം ഇരട്ടി, അതിലിരട്ടി, 3 ഇരട്ടി 4 ഇരട്ടി, അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ചിന്തയാണ് ഈ അസുര സ്വഭാവികൾക്കുള്ളത്. അതിനുവേണ്ടി അവര് ഏത് അധാർമിക വഴിയിലൂടെയും സഞ്ചരിക്കും. അങ്ങനെ അവര് പണം സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. തന്റെ കഴിവിൽ അയാൾക്ക് ദൃഢവിശ്വാസമുണ്ട്. ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം തന്റെ മുൻജന്മ സുഹൃതങ്ങളാണെന്നത് അറിഞ്ഞുകൂടാതാനും. തനിക്ക് അങ്ങനെ ധനം സമ്പാദിച്ചു കൂട്ടാൻ അവസരം കിട്ടിയെന്നല്ലാതെ അതിന് പിന്നിലുള്ള കാരണങ്ങളെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് അവർക്ക് അജ്ഞാനം കൊണ്ട്, അവർക്ക് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള അറിവ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്നത് ഇത് എന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് വന്നു ചേരുന്നത്, അല്ലാതെ എന്റെ മുജ്ജന്മ കർമ്മഫലമല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് വരുന്നതൊക്കെ നമ്മൾ മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണെന്നല്ലേ. അത് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിചാരം അവർ ചെയ്യുന്ന ഈ കഠിന പ്രയത്നങ്ങളിലൂടെയാണ് അവർക്ക് ഇതെല്ലാം വന്നു ചേരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മള് കഠിന പ്രയത്നം ചെയ്യുന്നവര് ധാരാളം കൃഷിക്കാര് അതുപോലെയുള്ള പണികൾ ചെയ്യുന്നവരുണ്ട് അല്ലെ. പക്ഷെ അവർക്കെല്ലാം ഇതുപോലെ ധനം സമ്പാദിച്ചു കൂട്ടാൻ കഴിയുന്നില്ല. പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ AC റൂമുകളിൽ ഇരിക്കുന്നവർ, അവർക്ക് അത്ര കഠിന പ്രയത്നമില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന കൂലി, അവർക്ക് കിട്ടുന്ന ആ വേതനമല്ല സാധാരണ കഠിന പ്രവൃത്തി ചെയ്യുന്നവർക്ക് കിട്ടുന്നത് അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ, കഠിന പ്രവർത്തനം ചെയ്തുകൊണ്ട് മാത്രം ധാരാളം പണം സമ്പാദിക്കാൻ കഴിയണമെന്നില്ല. ഇതെല്ലാം നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഓരോ ജീവാത്മാവിനും അവരവർ ചെയ്ത ആ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നമുക്ക് കിട്ടുന്ന അത് അങ്ങനെ പറയുന്നുണ്ടല്ലോ, കർമ്മങ്ങളുടെ ഫലമായിട്ട് ജന്മ
ഐശ്വര്യ, ശുദ്ധ, ശ്രീ. അതായത് നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ എങ്ങനെ ഉയർന്ന കുലങ്ങളിൽ ജനിക്കും, പിന്നെ നമ്മള് ധാരാളം ധനമുള്ള കുടുംബങ്ങളിൽ ജനിക്കും. ഇതൊക്കെ നമ്മുടെ കർമ്മഫലമാണ്. പിന്നെ നമുക്ക് ധാരാളം അറിവ്, അതായത് നമുക്ക് വിദ്യാഭ്യാസം ലഭിക്കും. അങ്ങനെ നമ്മള് കർമ്മത്തിന്റെ ഫലമായി നമുക്ക് സൗന്ദര്യം, അതായത് ഈ ദേഹം, ഈ ശരീരത്തിനുണ്ടാകുന്ന സൗന്ദര്യം, ഇതെല്ലാം നമുക്ക് നമ്മുടെ മുജ്ജന്മ കർമ്മഫലങ്ങളുടെ ഫലമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മളുടെ കഠിന പ്രയത്നം കൊണ്ടോ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ ഈ ശരീരത്തിന് കിട്ടുന്ന സൗന്ദര്യമായാലും നമുക്ക് ആർജിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം, നമ്മൾ ഏത് കുലത്തിൽ ജനിക്കണം, എങ്ങനെ നമുക്ക് സമ്പത്ത് എങ്ങനെയുണ്ട്, ഇതെല്ലാം നമ്മുടെ കർമ്മങ്ങളുടെ മുജ്ജന്മ കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് കിട്ടിയതാണ്. അല്ലാതെ ഒന്നും നമ്മുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രമല്ല. അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ വിചാരിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ കഠിന പ്രയത്നങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം എന്റെ മാത്രം കഴിവ് കൊണ്ടാണ് ഇതെല്ലാം കിട്ടിയത്, അല്ലാതെ ഭഗവാനൊന്നും ഇതിൽ പങ്കില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവർക്കില്ല. ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയോ അറിവോ ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതോ ഇതൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അസുര സ്വഭാവിക്ക് സ്വന്തം പ്രയത്നശേഷിയിലല്ലാതെ കർമ്മ നിയമത്തിൽ വിശ്വസിക്കാനാവില്ല. കർമ്മ നിയമപ്രകാരം ഒരാൾ ഉത്കൃഷ്ട കുലത്തിൽ ജനിക്കുന്നതും സൗന്ദര്യം, സമ്പത്ത്, വിദ്യാഭ്യാസം എന്നിവയിൽ മുന്നണിയിലെത്തുന്നതും മുൻ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. ഇവയൊക്കെ ആകസ്മികമായി വന്നു ചേരുന്നതോ അല്ലെങ്കിൽ തന്റെ കഴിവുകൊണ്ട് നേടാവുന്നതോ ആണെന്നാണ് ആസുര സ്വഭാവികൾ കരുതുന്നത്. ജനങ്ങളുടെ സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും മറ്റും കാണുന്ന വൈവിധ്യത്തിന് പിന്നിൽ ഏതെങ്കിലും നിശ്ചിത നിയമമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തന്നോട് എതിർക്കുന്ന ഏതൊരാളും ശത്രുവാണ് അയാൾക്ക്. ആസുര സ്വഭാവികൾ അനേകം പേരുണ്ട്. ഓരോരുത്തരും മറ്റെല്ലാവരുടെയും വിരോധിയായിരിക്കും. ഈ ശത്രുതയ്ക്ക് ക്രമേണ ആഴം കൂടും. വ്യക്തികൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ച് കുടുംബങ്ങൾ തമ്മിലും പിന്നീട് വർഗങ്ങൾ തമ്മിലും ക്രമേണ രാഷ്ട്രങ്ങൾ തമ്മിലുമായി വളർന്നു വരും. അതുകൊണ്ടാണ് ലോകത്തിലെങ്ങും നിരന്തരം കലഹങ്ങളും യുദ്ധങ്ങളും നടമാടുന്നത്. അതായത് ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ഈഗോ, അതായത് താനാണ് തനിക്കാണ് അഭിമാനം, താൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം, മറ്റുള്ളവരെല്ലാം തന്നിൽ താഴെ നിൽക്കണം, അങ്ങനെ ഒരു ചിന്താഗതി, ആ ചിന്താഗതിയിലൂടെ ഉണ്ടാകുന്ന വൈരം, ഓരോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന വൈര്യം വളർന്ന് കുടുംബങ്ങൾ തമ്മിലും അങ്ങനെ സമൂഹത്തില് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് പിന്നെ വളർന്ന് രാജ്യങ്ങൾ തമ്മിലും വലിയ യുദ്ധങ്ങൾക്ക് വരെ വഴിതെളിക്കുന്നു. ഇതൊക്കെ ഓരോ ജീവാത്മാക്കളുടെ ഉള്ളിലുണ്ടാകുന്ന അജ്ഞത മൂലമാണ് സംഭവിക്കുന്നത്. അതായത് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ കൂട്ടമായി മനസ്സിലാക്കാതെ തങ്ങളുടേതായ ഓരോ നിയമസംഹിതയിലൂടെ അതിലൂടെ ജീവിച്ച് ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അത് വളർന്നു വലുതായി വലിയ ആഭ്യന്തര പ്രശ്നങ്ങള്, യുദ്ധങ്ങള് ഇതെല്ലാം സംഭവിക്കുന്നു. ഇതെല്ലാം ആസുര പ്രകൃതിക്കാരായ ജീവാത്മാക്കളുടെ സ്വഭാവ രീതികളാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ കാണുന്ന ഈ യുദ്ധങ്ങളും ഓരോ പ്രശ്നങ്ങളും, ഓരോ വീടുകൾ എടുത്താലും സമൂഹത്തിൽ തന്നെ ഓരോരുത്തരായിട്ടുള്ള ആ വൈരം, ഇതൊക്കെ അജ്ഞാനത്തിന്റെ ഫലമായി സംഭവിക്കുന്നതാണ്. അതായത് ആധ്യാത്മിക ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ട് ഓരോ ജീവാത്മാക്കൾക്കും സംഭവിക്കുന്ന ഓരോ അവരുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അങ്ങനെ വന്നു ചേരുന്നത്. ആസുര പ്രകൃതിയുള്ള ഓരോ മനുഷ്യനും വിചാരിക്കുന്നു മറ്റുള്ളവരെയെല്ലാം ബലി കഴിച്ചും തനിക്ക് സസുഖം ജീവിക്കാൻ കഴിയുമെന്ന്. താൻ തന്നെയാണ് പരമേശ്വരൻ എന്ന് അസുരന്മാർ ചിന്തിക്കുന്നു. അത്തരം ഒരു ഉപദേഷ്ടാവ് അനുയായികളോട് പറയും, നീ എന്തിനെ മറ്റൊരിടത്ത് ഈശ്വരനെ തേടുന്നു? നീ തന്നെ ഈശ്വരനല്ലേ, നിനക്കിഷ്ടം പോലെ ചെയ്യാം, ഈശ്വരനെ വിശ്വസിക്കേണ്ട, ഈശ്വരനെ മറന്നേക്കൂ, മരിച്ചുപോയി ഈശ്വരൻ എന്നിങ്ങനെ. അതായത് അവർക്ക് അവരുടേതായ നിയമസംഹിതകളുണ്ട്, അതില് ഈശ്വരൻ ഇല്ല. വെറും ഈ ലോകത്തിൽ കാണുന്ന ഈ വ്യക്തികൾ തമ്മില് അവര് എങ്ങനെയോ വന്ന് ഈ ഭൂമിയിൽ ജനിച്ചു, അതായത് കാമത്തിന്റെ ഫലമായി ഈ ഭൂമിയിൽ ജനിച്ചു, വീണ്ടും ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇത് ആസ്വദിച്ച് ജീവിക്കുക, ഇത് കഴിഞ്ഞാൽ വേറെ പുനർജന്മം എന്നൊരു ചിന്ത അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്താലും നമുക്ക് ഒന്നും സംഭവിക്കാനില്ല, നമ്മള് ഈ മരണത്തോടു കൂടി നമ്മളെല്ലാം അവസാനിച്ചു, ഇനി ഒരു ജന്മമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഈശ്വരൻ ഇല്ല, ഈശ്വരനിൽ എന്തിനാണ് വിശ്വസിക്കുന്നത്, ഞാൻ തന്നെയാണ്, ഈശ്വരനെ മറന്നേക്ക്, ഈശ്വരൻ മരിച്ചു. ഇതൊക്കെ പറയുന്നത് അവരുടെ അജ്ഞത മൂലമാണ്. അതായത് ശാസ്ത്രങ്ങളിലുള്ള അറിവില്ലായ്മ കൊണ്ട് അവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ല. അവർ തന്നെ ഉണ്ടാക്കുന്ന ആ നിയമസംഹിതയില് അവര് അത് അനുസരിച്ച് ജീവിക്കുന്നു. അത് മറ്റുള്ളവർക്കും അവര് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. തന്നെ പോലെയോ അതിലധികമോ ധനവും സ്വാധീനശക്തിയുമുള്ളവരായി വേറെ ചിലരെയും പതിവായി കാണുന്നുണ്ടെങ്കിൽ കൂടി അവർ തന്റെ നിലയിൽ എത്തിയിട്ടില്ലെന്നാണ് അയാളുടെ വിശ്വാസം. ഉത്കൃഷ്ട ലോകങ്ങളിലേക്കുള്ള പ്രയാണത്തെ സംബന്ധിച്ചാകട്ടെ യജ്ഞങ്ങളുടെ സാർത്ഥകതയെ അയാൾ നിരാകരിക്കും. തങ്ങൾക്ക് പ്രത്യേകമായൊരു യജ്ഞപ്രക്രിയ കണ്ടുപിടിക്കാമെന്നും ഉപരിലോകത്തിൽ എത്താൻ ഉപയുക്തമായൊരു യന്ത്രം കണ്ടുപിടിക്കാമെന്നും അസുര സ്വഭാവികൾ വിചാരിക്കുന്നു.
അതായത് ഇപ്പോ നമ്മൾ കാണുന്നുണ്ടല്ലോ ഓരോ ഗ്രഹങ്ങളിലേക്ക് യന്ത്രങ്ങൾ അത് ഉപയോഗിച്ച് അവിടേക്ക് പോകുന്നതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് എതിരാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു ഗ്രഹത്തിൽ ജീവിച്ചു, അത് ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിച്ച് നമ്മൾക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മുടെ കർമ്മഫലമായി നമ്മൾ എത്തിച്ചേരും അല്ലെ. നമ്മൾക്ക് ഉപരിലോകങ്ങൾക്ക് എത്തണമെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചെയ്താൽ മതി. അല്ലാതെ അതിനുവേണ്ടി നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം അസുര സ്വഭാവികളുടെ ലക്ഷണമാണ്, അവരുടെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. ഇതിന് പറ്റിയൊരു ഉദാഹരണമാണ് രാവണൻ. വേദഹിതങ്ങളായ യജ്ഞങ്ങളൊന്നും കൂടാതെ ഏത് ഉപരിലോകത്തിലും ചെന്നേറാൻ സഹായിക്കുന്ന സോപാനം പടുത്തുയർത്താൻ അയാൾ പരിപാടിയിട്ടിരുന്നു. ഇക്കാലത്തുമുണ്ട് യന്ത്രങ്ങൾ നിർമ്മിച്ച് ഉത്കൃഷ്ടങ്ങളായ അന്യഗ്രഹങ്ങളിൽ എത്താൻ ശ്രമിക്കുന്ന അസുര പ്രകൃതക്കാർ. സംഭ്രാന്തിയുടെ ഉദാഹരണങ്ങളാണ് ഇവർ. അറിയാതെ തന്നെ നരകത്തിലേക്ക് ഇക്കൂട്ടർ വഴുതി വീഴുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അവർ ചെയ്യുന്നതാണ് ഭഗവാന്റെ കഴിവ് കൊണ്ട്, ഭഗവാൻ തരുന്ന ആ കാരുണ്യം കൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം ഉണ്ടാക്കാനുള്ള ബുദ്ധി അവർക്ക് കിട്ടുന്നത്. അതുപോലും അവർക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം തന്റെ കഴിവ് കൊണ്ടാണ്, താനാണ് ഇതിന്റെ എല്ലാം സൃഷ്ടാവ്, തന്റെ മിടുക്ക് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇങ്ങനെ ചന്ദ്രനിലെത്താനായാലും വേറെ ഓരോന്ന് ചെയ്യുന്നതും അവരുടെ മാത്രം കഴിവുകൊണ്ടാണെന്നാണ് അവരുടെ വിചാരം. ഇതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് എതിരായിട്ടാണ് പറയുന്നത്. അതായത് അവരെ നരകത്തിലേക്ക് വീഴാനുള്ള വഴി അവർ തന്നെ സ്വയം സൃഷ്ടിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് അവരുടെ അജ്ഞാനം കൊണ്ടാണ്, ശാസ്ത്രങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ. അതായത് ഇതൊന്നും അവർക്ക് വേണ്ട, ഈ ഒരു ജീവിതം കൊണ്ട് ഇതെല്ലാം അവസാനിക്കും എന്നൊരു ചിന്ത, അതാണ് അവരെ ഇതിലേക്കെല്ലാം നയിക്കുന്നത്. അതായത് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് അതിൽ വിശ്വസിക്കാൻ, ഇനി ഉണ്ടെന്ന് പറഞ്ഞാലും അതിൽ വിശ്വസിക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അതിന്റെ ആ വേദങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനെല്ലാം നിഷേധിച്ച് അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. ഇവിടെ മോഹജാലം എന്ന പദം അർത്ഥവത്താകുന്നു. ജാലം എന്നാൽ വല. വലയിലകപ്പെട്ട മത്സ്യത്തെ പോലെയാണ് അവരുടെ സ്ഥിതി, പുറത്തു കടക്കാൻ കഴിയാതെ എന്ന് സൂചന. അതായത് ഒരു വലയിൽപ്പെട്ട മത്സ്യം എങ്ങനെയാണ് അതിൽ കിടന്ന് പിടയുന്നത്, അതേപോലെ അവര് ആ വലയിൽ പെട്ട് ഇരിക്കുകയാണ്. അവർക്ക് അതിൽ പുറത്തു കടക്കാനുള്ള വഴി അവർക്ക് അറിയുന്നില്ല. കാരണം അവർ അത് മാത്രമാണ് വലുത്, അതിനുള്ളിലുള്ള ജീവിതം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിന് പുറത്തു കടക്കാനുള്ള വഴിയെ കുറിച്ച് അവർ ചിന്തിക്കുന്നുമില്ല, ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കാനും അവര് ശ്രമിക്കുന്നില്ല. അസുര സ്വഭാവികള് ഈ ലോകത്തില് കൂടി വരികയാണ്. കാരണം ആധ്യാത്മികമായ ജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടും അത് നേടാനായി ശ്രമിക്കാത്തത് കൊണ്ടും അതുപോലെയുള്ള ജീവാത്മാക്കൾ വളർന്ന് പെരുകുകയാണ്. ഇങ്ങനെയുള്ള ഈ അസുര സ്വഭാവികൾ മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കും. അതായത് അവരോരോ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ബലപ്രാപ്തി, അങ്ങനെ ചെയ്താൽ അത് മറ്റുള്ളവരെ കൂടി അതിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആ ആസക്തി, അതായത് ഇന്ദ്രിയ സുഖഭോഗത്തിന് വേണ്ടി കിട്ടുന്ന കാര്യങ്ങൾ അവർക്ക് അങ്ങനെ കിട്ടുന്നു. ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവരിലേക്കും അത് ആകർഷിക്കും. അങ്ങനെ അവരും ആ വഴിക്ക് തന്നെ സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ ആസുര സ്വഭാവികള് നിറഞ്ഞു വരുന്നത്. അതായത് ഒരാൾ പറയുന്നത് കേട്ട് മറ്റൊരാളും അതിലേക്ക് എടുത്തു ചാടി, അതായത് ഇപ്പോ മയക്കുമരുന്ന്, അങ്ങനെയുള്ള ഓരോ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഓരോ ദുഷ്പ്രവർത്തനങ്ങളും, അതായത് തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കുക, ഏത് രീതിയിൽ വേണമെങ്കിലും പണം ഉണ്ടാക്കുക, ആസ്വദിക്കുക, ഇത് മാത്രമാണ് ആസുര സ്വഭാവികളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ ആസുര സ്വഭാവികള് തങ്ങൾ തന്നെ തങ്ങൾക്കുള്ള നരകത്തിലേക്കുള്ള വഴി അവർ തന്നെ ഒരുക്കുന്നു എന്ന് പറയുന്നത്. അതായത് അവരറിയുന്നില്ല ശാസ്ത്രം എന്താണ് പറയുന്നതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള അറിവ് അവർക്ക് ഇല്ല. അതാണ് ഈ 16ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു വരുന്നത്. പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചോ. അതായത് അവർക്ക് ശുചിത്വം ഇല്ല, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ ആ ശുചിത്വം ഇല്ലാത്ത ആ നരകത്തിലേക്കാണ് അവരുടെ യാത്ര ചെന്ന് എത്തുന്നത്. ശ്ലോകം 17. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമധാന്വിതാഃ യജന്തി നാമ യജ്ഞൈസ്തേ ദമ്പേന വിധിപൂർവകം. നിഷേധികളും സ്വയം സംതൃപ്തരുമായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അഹങ്കാരത്തോടെ അവർ ചിലപ്പോൾ വൈദിക വിധികൾ അനുസരിക്കാതെ തന്നെ പേരിന് ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. അതായത് അവർക്ക് അവരുടേതായ രീതിയിലുള്ള, അവർക്ക് സ്വയം സംതൃപ്തരാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന ധാരണയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് സമ്പത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അവരുടേതായ രീതിയിൽ അവര് ചില യജ്ഞങ്ങൾ, വൈദിക വിധികളൊന്നും അനുസരിക്കാതെ അവരുടേതായ രീതിയിൽ അവര് യജ്ഞങ്ങളും അനുഷ്ഠിക്കാറുണ്ട്.
തങ്ങളാണ് എല്ലാമെന്നോർത്ത് വേദഗ്രന്ഥങ്ങളിലെ നിബന്ധനകളെയോ പ്രാമാണികരെയോ അനുസരിക്കാതെ അവർ ചിലപ്പോൾ പേരിനു വേണ്ടി മാത്രം ചില യജ്ഞങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാത്ത അവർ നിഷേധികൾ തന്നെ. അതായത് നമ്മൾക്ക് ഓരോ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെതായ മന്ത്ര നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിധികളുണ്ട്. അതായത് ഗുരു, സാധു, ശാസ്ത്ര ഇത് അനുസരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട്. അതനുസരിക്കാതെ ചെയ്യുന്നത് കൊണ്ടാണ് അവരെ അവിധിപൂർവകം എന്നിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് വിധിപൂർവകം അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഗുരു, സാധു, ശാസ്ത്രം ഇത് മൂന്നും നമ്മൾ അനുസരിക്കണം. ഇവരെന്താണ് പറയുന്നത് അതേപോലെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനും അനുഷ്ഠിക്കാനും. ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യാൻ. അതല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമ്പോഴാണ് അവിധിപൂർവകം എന്ന് പറയുന്നത്. സ്വത്ത് കുന്നുകൂട്ടുന്നതിന്റെയും മിഥ്യാഹംഭാവത്തിന്റെയും ഫലമായി ഉണ്ടാകുന്ന വ്യാമോഹമാണ് ഇതിന് കാരണം. അത്തരക്കാർ സന്ദർഭം വന്നാൽ ആചാര്യന്റെ നില കൈക്കൊണ്ട് ആളുകളെ വഴിതെറ്റിച്ചേക്കാം. ഇന്ന് നമ്മള് ഒരുപാട് കാണുന്നുണ്ടല്ലേ, ഓരോ സന്യാസിമാര് അതേപോലെ വേഷം കെട്ടി ഓരോ ആൾക്കാരെയും പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഓരോരുത്തരും അതില് അവരുടെ വലയിൽ ചെന്ന് വീഴുകയാണ്. കാരണം അവർക്ക് ഓരോ കാര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇന്ന കാര്യം ചെയ്താൽ അത് ലഭിക്കും, അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത് കിട്ടി, അതായത് സന്ദർഭവശാൽ അല്ലെങ്കിൽ അത് അതിൻ്റെതായ സമയത്ത് ആൾക്ക് വന്നു ചേരേണ്ടതാണ്. അത് ഇങ്ങനെ ആ സമയത്താണ് അത് കിട്ടിയത്, അതുകൊണ്ട് ആള് പറയും ഇവിടെ പോയാൽ നമുക്ക് ഇന്നത് ലഭിക്കും. അങ്ങനെ ഒരാൾ മറ്റൊരാൾ പറഞ്ഞ് അങ്ങനെ അത് ചങ്ങലയായി ഓരോരുത്തരോട് പറഞ്ഞ് ആളുകൾ അത് സത്യമാണെന്ന് വിശ്വസിക്കും. പോയാൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കും. ആ സന്യാസി പറഞ്ഞാൽ അത് ശരിയാണ്, ആൾ ദൈവമാണ്, മനുഷ്യ ദൈവങ്ങൾ കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞത് കേട്ട് അജ്ഞരായ സാധാരണ മനുഷ്യര് ആ ചതിയിൽപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി അവരുടെ കയ്യിലുള്ള ധനം അങ്ങോട്ട് കൊടുത്ത് അവർക്ക് വേണ്ട സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരവരുടെ വലയിൽ വീഴും. ഇങ്ങനത്തെ സന്യാസിമാരും മനുഷ്യദൈവങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇക്കാലത്ത്. ഇതൊക്കെ ആസുര സ്വഭാവികളുടെ വർധനവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് കലിയുഗത്തിലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. അതായത് മനുഷ്യരെല്ലാം ആസുര സ്വഭാവികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേദങ്ങൾ പഠിക്കാനോ ശാസ്ത്രങ്ങൾ പഠിക്കാനോ ഇതിനൊന്നും സമയമില്ല. പെട്ടെന്ന് ധനമുണ്ടാക്കണം, അവരുടെ ഇന്ദ്രിയ സുഖം അതിനു വേണ്ടി മാത്രമാണ് അവര് ജീവിക്കുന്നത്. അതിനോടുള്ള ആസക്തി അതാണ് പ്രധാന കാരണം. മതപുനരുദ്ധാരകരോ ഈശ്വരാവതാരങ്ങളോ ആയി അറിയപ്പെട്ടെന്നും വരാം. അവർ യജ്ഞകർമ്മത്തെ കാഴ്ചവേലയാക്കി തീർക്കും. ദേവന്മാരെയോ തങ്ങൾ സ്വയം സൃഷ്ടിച്ച ഒരു ഈശ്വരനെയോ പൂജിക്കും. സാമാന്യ ജനങ്ങൾ അവരെ ഈശ്വരൻ എന്ന് കരുതി വാഴ്ത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു. മൂഢന്മാർ അവരെ മതസിദ്ധാന്തങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിച്ചവരെന്ന് കരുതി ആദരിക്കുന്നു. അതായത് സാധാരണ ജനങ്ങൾക്ക് ഈ ശാസ്ത്രങ്ങൾ, അതായത് ഭഗവത്ഗീത എന്തെന്നറിയില്ല, ശ്രീമദ് ഭാഗവതം എന്തെന്നറിയില്ല, അതിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ട് ഇവർ പറയുന്ന ഈ ആചാര്യന്മാരും ഈ മനുഷ്യദൈവങ്ങളായിരിക്കുന്നവർ പറയുന്ന കാര്യങ്ങളാണ് ശരിയായത്. അവരുടെ ആ വഴിയിൽ അവര് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ വീണു പോവുകയാണ്. അപ്പൊ അവരെന്ത് പറയുന്നു അതാണ് ശാസ്ത്രം, അതാണ് വേദം, അതിൽ പറയുന്നതാണ് ശരി. അങ്ങനെയുള്ള രീതിയിൽ അവരെ പിന്തുടർന്ന് അവരുടെ ജീവിതം അതിൽ ഹോമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സാധാരണ ജനങ്ങളിലേക്ക് കൃഷ്ണാവബോധം എത്തിക്കണമെന്ന് പ്രഭുപാദർ പറയുന്നത്. അതായത് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ അവരിങ്ങനെ മറ്റുള്ളവരുടെ പ്രവർത്തികൾ കണ്ട് അതില് വശംവദരായി പോവുകയാണ്. അവർക്ക് അറിയുന്നില്ല ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന്. അതിൽ പെട്ടുപോവുകയാണ്. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം. അതായത് അജ്ഞാനത്തിലിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ ജ്ഞാനമാർഗത്തിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് ജീവാത്മാക്കൾക്ക് അവരുടെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് എന്ന പാത അവർക്ക് തുറന്നു കൊടുക്കാനും അവരുടെ അജ്ഞാനം നീക്കാനുമാണ് കൃഷ്ണാവബോധം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ ഭക്തരും അവരുടേതായ രീതിയിൽ എല്ലാവരെയും അതിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ബദ്ധജീവാത്മാക്കൾക്ക് സാധാരണ ജനങ്ങൾക്ക് കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരാൻ അവർ ആസക്തിയിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് മായയിൽ പെട്ടുകിടക്കുന്ന ആ ജീവാത്മാക്കളെ പുനരുദ്ധരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ട് തന്നെ സാധിക്കും. അതുകൊണ്ടാണ് ഓരോ ഭക്തരും അവരവരുടെ അടുത്തുള്ള ഓരോ ജീവാത്മാക്കളെയും ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രഭുപാദർ നമ്മളോട് പറയുന്നത്. കാരണം ഇങ്ങനെ ബദ്ധജീവാത്മാക്കളായി നമ്മൾ ഇവിടെ തന്നെ കഴിയേണ്ടവരല്ല. നമുക്ക് മനുഷ്യജന്മം കിട്ടിയത് തന്നെ നമ്മുടെയൊക്കെ ജന്മ സുഹൃതം കൊണ്ടാണ്. ആ ജന്മം പാഴാക്കാതിരിക്കാനാണ് ഓരോരുത്തരെയും കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയാണ്
പ്രഭുപാദർ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ശരിയല്ല, തെറ്റായ വഴിയാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. കാരണം അവർക്ക് ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരറിവുമില്ല. അതുകൊണ്ടാണ് കൃഷ്ണബോധത്തിലേക്ക് എല്ലാവരെയും നമ്മൾ കൊണ്ടുവരണമെന്ന് പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരുന്നത്. മൂഢന്മാർ അവരെ മതസിദ്ധാന്തങ്ങളിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഒട്ടേറെ പുരോഗമിച്ചവരെന്ന് കരുതി ആദരിക്കുന്നു. സന്യാസിമാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഇക്കൂട്ടർ കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുന്നു. ഈ ലോകത്തെ തന്നെ ത്യജിച്ച ഒരാൾക്ക് പല നിബന്ധനകളും അനുഷ്ഠിക്കേണ്ടതുണ്ട്. അസുര സ്വഭാവികൾ അത്തരം വിലക്കുകളൊന്നും വിലവെക്കാറില്ല. തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം. ഏവരും ആവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ല തന്നെ എന്നാണ് അവർ കരുതുന്നത്. എല്ലാ തരം വൈദിക വിധികളോടുമുള്ള അവജ്ഞയെ സൂചിപ്പിക്കുന്നു അവിധിപൂർവകം എന്ന വാക്ക്. അജ്ഞാനത്തിന്റെയും വ്യാമോഹത്തിന്റെയും ഫലമായിട്ടാണ് ഈ മനോഭാവം ഉണ്ടാകുന്നത്. അതായത് അവർക്ക് വൈദിക വിധികളൊന്നും അനുസരിക്കേണ്ട കാര്യമില്ല, തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം. വൈദിക വിധികളൊന്നും അവർക്ക് അനുസരിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്ക് പുനർജന്മത്തിൽ വിശ്വാസമില്ല. ആ ഒരു ജ്ഞാനമാണ് അവര് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അതിൽ വിശ്വസിച്ച് ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി അവരുടെ കൂടെ കൂടി അവരും അസുര സ്വഭാവികളായി മാറുന്നു. ഈ അസുര സ്വഭാവം ഓരോ ജീവാത്മാക്കളിലും ഉണ്ട്. നമ്മുടെ മഹാമന്ത്ര ജപത്തിലൂടെ നമ്മിലുള്ള ആ അസുര സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റപ്പെടും. അതാണ് ഇപ്പോൾ നമ്മളുള്ള ദൈവിക സ്വഭാവങ്ങളെ ഈ ആസുര സ്വഭാവങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ഈ ആസുര സ്വഭാവങ്ങൾ മൂടപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ അറിവ്, ഈ തെറ്റായ അറിവ് അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് ഈ അസുര സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അറിയില്ല, അവർ അതിലേക്ക് വീണുപോകും. എന്നാൽ ഈ മഹാമന്ത്രം ജപിക്കുന്ന അതായത് കൃഷ്ണാബോധത്തിൽ വന്നു ചേർന്നിട്ടുള്ള ജീവാത്മാക്കൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ജ്ഞാനം നേടിക്കഴിഞ്ഞു. അപ്പൊ അവർക്കറിയാം ഏതാണ് തെറ്റ്, ഏതാണ് ശരിയെന്ന്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഓരോ ജീവാത്മാക്കളെയും കൃഷ്ണാബോധത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ നാമം ജപിക്കാൻ പ്രാപ്തരാക്കണം. ആ നാമജപത്തിലൂടെ തന്നെ അവരിലുള്ള ആസുര സ്വഭാവങ്ങളെല്ലാം മാറി അവർക്ക് ദൈവിക ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയും. അതായത് നാമം ജപിക്കുമ്പോൾ നമ്മളിലേക്ക് ആസുര സ്വഭാവങ്ങൾ വന്ന് കയറുകയില്ല. ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നമ്മളിലുള്ള ആ കൽമഷങ്ങൾ, ആ അസുര സ്വഭാവങ്ങളെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് സദാസമയം നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം, ഭഗവാനെ ഓർത്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രജപത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടേതായ ആ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുപോലെ എല്ലാവർക്കും ഓരോ ജീവാത്മാക്കളെയും ഇതിലേക്ക് ഈ കൃഷ്ണാബോധ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും കഴിയണം. അതായത് നമ്മളെ പോലെയുള്ള ജീവാത്മാക്കളാണ് ഇവിടെ ഇങ്ങനെ ഈ കഷ്ടങ്ങൾ അനുഭവിച്ച് അവരവരുടെ ജീവിതം വെറുതെ പാഴാക്കി കളയുന്നത്. അതായത് അജ്ഞത മൂലം. ആ അജ്ഞത മാറ്റാൻ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ടായ രീതിയിൽ ശ്രമിക്കണം. എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരുടെ ഉള്ളിലുമുള്ള ആസുരിക സ്വഭാവങ്ങളെല്ലാം മാറി എല്ലാവർക്കും ദൈവിക ഗുണങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു. വാസ്തവിക സ്വഭാവത്തിന്റെ അറ്റമുള്ള സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. അനേക ചിത്തവിഭ്രാന്ത എന്നൊക്കെ പറയുന്നത്. ചിത്തം, കോൺഷ്യസ്നസ്, അതിനെ മത്ത് പിടിപ്പിക്കുന്ന ചിന്തകള് ധാരാളം ഉള്ള ആൾക്കാരാണ് ആസുരീയ സ്വഭാവങ്ങൾ. സാത്വികമായ സ്വഭാവമുള്ള ആൾക്കാർക്ക് ചിത്തം അല്ലെങ്കിൽ അവബോധമുള്ളത് വളരെ നിർമ്മലമായിരിക്കും, തെളിഞ്ഞായിരിക്കും. എന്നാൽ ഇവരുടെ കാര്യം എങ്ങനെയല്ല, ഇവർ ധാരാളം ചിന്തകൾ വന്ന് കയറിക്കൊണ്ടിരിക്കും. ആങ്സൈറ്റീസ് കണ്ടമാനുണ്ട്. എന്തുകൊണ്ട് ആങ്സൈറ്റീസ് ആണോ? കാരണം അവർക്ക് എപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കണം, കൂടുതൽ
എന്താ പറയുന്നത്, നൂറുകണക്കിന് ആഗ്രഹങ്ങൾ ഉള്ള ആൾക്കാരാണ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ആശാപാശ ശതേർ ബദ്ധ, ആശാപാശ ശതേർ ബദ്ധ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മറ്റൊരു രൂപമായിട്ടുള്ള അനേക ചിത്തഭ്രാന്ത അവിടേക്ക് വരും. അപ്പൊ അതിൽ പെട്ടുകൊണ്ട് മോഹജാലം ഒരു വലയിലൊരു കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവരുടെ ശരി നോക്കുകയാണെങ്കിൽ വളരെ അത്യന്തം ശോചനീയമാണ്, വളരെയധികം എന്താ പറയുക കഷ്ടത നിറഞ്ഞിരിക്കുകയാണ്. പുറമേ കാണുമ്പോൾ അവർ പക്ഷെ ആസ്വദിക്കുന്നുണ്ടാവും, പക്ഷെ എപ്പോഴും ഉള്ളിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് അവർ. അതുകൊണ്ട് ഭഗവാന്റെ പ്രചാരകർ അവരെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കാറുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഇത്രയും അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രബോധന പറഞ്ഞു, അങ്ങിവിടെ അമേരിക്കയിൽ പോയി അല്ലെങ്കിൽ പടിഞ്ഞാറൻ ദേശത്ത് പോയിട്ട് പ്രചരിപ്പിക്കണം, ഗൗരവമാണ്. കാരണം പടിഞ്ഞാറൻ ദേശത്തിലാണ് വെസ്റ്റേൺ ഇത് കട്ടവാനുള്ളത്. ഭാരതത്തില് അത്ര തന്നെ ഇല്ല, ഇപ്പോഴും കുറച്ച് മാറ്റം ഉണ്ടാവും, എന്നാൽ പൊതുവേ കുറവാണ്. അവിടെ അങ്ങനെ ഇല്ല, അവിടെ യാതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. കാരണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇല്ലാത്ത ആൾക്കാരല്ല ഉണ്ട്, അവർക്ക് ചർച്ച ഉണ്ട്, മറ്റെല്ലാം ഉണ്ടാകാം, പക്ഷേ ആത്യന്തികമായിട്ടുള്ള ആ ലക്ഷ്യം, ഉന്നതമായിട്ടുള്ള ലക്ഷ്യം ഇല്ലാത്തതുകൊണ്ട് അതെപ്പോഴും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രഭാതോട് ആവശ്യപ്പെട്ടത്. പക്ഷെ ഇവിടെ പറഞ്ഞ ഇവരുടെ ഇന്നത്തെ ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് കാണും. കൃഷ്ണ കോൺഷ്യസ് ഏറ്റെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. പ്രഹ്ലാദ് മഹാരാജിന്റെ ഇതിലെ പറയുന്നുണ്ട്, എനിക്ക് എവിടുന്ന് ഈ അവബോധം വന്നു എന്ന് എൻ്റെ കൃഷ്ണ ചോദിക്കുമ്പോൾ, അച്ഛാ, കൃഷ്ണാബോധം എന്നുള്ളത് ചില ആൾക്കാർക്ക് സ്വന്തം പ്രയത്നം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഉത്തേജനം കൊണ്ടോ, ഇത് രണ്ടും കൊണ്ടും ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് സാധിക്കില്ല. കാരണം എന്താണ്, അതാന്ത ഗോവിസ്, അത്രയധികം അതാന്ത ഗോവിസ് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരിക്കലും അവസാനമില്ലാത്ത ഇന്ത്യ ആസ്വാദനത്തിൽ പ്രമാദമായിട്ടുള്ള അങ്ങേറ്റം ഭ്രാന്ത്, അതാണ് അനേക ചിത്തവിഭ്രാന്ത, അങ്ങേറ്റം പ്രമാദമായിട്ടുള്ള ഋഷഭമുനി മഹാരാജ് ഋഷഭ മഹാരാജ് പറയാറുണ്ട്, പ്രമാദം എന്ന് പറയും. അതിൽപ്പെട്ട ആൾക്കാരെ വരില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃഷ്ണാബോധം ഏറ്റെടുക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വന്തമായ പ്രയത്നം കൊണ്ടോ മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ രണ്ടും കൊണ്ടും അവർക്കൊരു പക്ഷെ കഴിയില്ല. അത്രയധികം ആ ഇന്ദ്രിയ സുഖങ്ങളിൽ പെട്ടുകൊണ്ട് പുനഃചർവീത ചർവണാനാം, ചവച്ചനെ വീണ്ടും വരെ ചവച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഈ സ്വഭാവം എന്നുള്ള മെയിനായിട്ടുള്ള ഭഗവാനെ മറന്ന് വേദങ്ങളെ മറന്ന് സ്വന്തം ബലത്തിൽ നിന്നിട്ട് ഇതെല്ലാം സാധിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാര്, രാവണന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. എലിവേഷൻ ടു ഹയർ പ്ലാനറ്റ്സ് എന്ന ശില പ്രഭാകരന്റെ ഒരു ഗ്രന്ഥമുണ്ട്, ആദ്യത്തെ പുസ്തകമാണ്. അത് വേദങ്ങൾ പറയുന്നുണ്ട് ധാരാളം യജ്ഞങ്ങൾ ചെയ്തിട്ട് സ്വർഗത്തിൽ പോണ കാര്യം നമുക്കറിയാം. അങ്ങനെ കുറെ യജ്ഞങ്ങളുണ്ടെന്ന്. അതാണ് ശരിയായിട്ടുള്ള മാർഗം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന രാവണനെ പോലത്തെ ആൾക്കാര് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടിട്ട് ഉപരിലോകങ്ങൾക്ക് എത്താം എന്ന് ആഗ്രഹിക്കാൻ അവർ, അല്ലെങ്കിൽ ചിന്തിക്കാനുണ്ട്. അപ്പൊ അത്രയധികം അവര് സ്വന്തം കഴിവില് സ്വന്തം കപ്പാസിറ്റിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നിനക്ക് ശക്തി വന്നത്, നിനക്ക് ഇത്രയും കഴിവുകൾ അല്ലെങ്കിൽ കുറച്ച് താൽക്കാലികമായിട്ടെങ്കിലും ഇങ്ങനെ മുന്നേറാനുള്ള കഴിവ്, ബോധ്യമായ രീതി, അത് താൻ മുമ്പ് ചെയ്ത കർമ്മത്തിന്റെ ഫലം കൊണ്ടാണ് എന്നവർ മറക്കുക.
കാര്യം അവർ മുന്നേറുന്നത് ഭൗതികമായ രീതിയിൽ തന്നെ മുന്നേറുന്നത്, അല്ലെങ്കിൽ അവർ ഭൗതിക രീതിയിൽ ഒരു വലിയ പൊസിഷനിൽ ഒരു രാജാവായിട്ടോ അല്ലെങ്കിൽ വലിയ പ്രൈം മിനിസ്റ്റർ ആയിട്ടോ പ്രസിഡന്റ് ആയിട്ടോ ഒരു പക്ഷേ നിൽക്കുന്നുണ്ടാവും. അത് അപൂർവ ആൾക്കാർ മാത്രമേ ഇത് സത്യം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുള്ളൂ. അധികപക്ഷ ആൾക്കാരും സ്വന്തം കഴിവാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് മറ്റുള്ളവരെ എപ്പോഴും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. താൻ പറഞ്ഞ വഴിയാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആയി കഴിഞ്ഞു, ഞാൻ വിജയിയാണ്, എൻ്റെ മാർഗമാണ് ശരിയായിട്ടുള്ള മാർഗം, നിങ്ങളെല്ലാം എൻ്റെ മാർഗത്തിൽ വരണം, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഞാൻ തന്നെയാണ്, അപ്പോൾ എന്നെ അനുസരിച്ചാൽ മതി, ഞാൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും വിജയം സുനിശ്ചിതമാണ് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കും. അപ്പോൾ അതിനുവേണ്ടി അവരുടേതായിട്ടുള്ള കുറച്ച് കൃത്യമായിട്ടുള്ള യജ്ഞങ്ങളും എല്ലാവരും ചെയ്യും. ഇവിടെ തനിക്ക് വേണ്ടുന്ന വഴി താനുണ്ടാക്കണം, ഏവരും അവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ല തന്നെ. ഇത് വേദങ്ങൾ അതാണ്, ഏവരും അവശ്യം നടക്കേണ്ടതായ ഒരു മാർഗമില്ല. ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പാത്ത്. ശീലപ്രദത്വം പറയും, ദർ ഇസ് എ സ്റ്റാൻഡേർഡ് പാത്ത്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ദ പാത്ത് ഓഫ് ട്രൂത്ത്. ചില ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട്, എത്ര മാർഗങ്ങളുണ്ട് അത്രയും എല്ലാ മാർഗങ്ങളും ഒരേ ലക്ഷ്യത്തിൽ തന്നെ എത്തുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വൈഷ്ണവ ചിന്തപ്രകാരം, ഫിലോസഫി പ്രകാരം പരമസത്യത്തിലേക്ക് പോകുന്നതെങ്കിൽ അതിൻ്റേതായിട്ട് മാർഗം മാത്രമേ ഉള്ളൂ. അതിന് സ്റ്റാൻഡേർഡ് പാത്താണ്. അവശ്യം അവരെല്ലാവരും ആ വഴി തന്നെ പോയാൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തുള്ളൂ എന്ന് ദൃഢമായിട്ട് ശാസ്ത്രപ്രകാരം വേദനിഷ്ഠപ്രകാരം വിശ്വസിക്കുന്ന ആൾക്കാരാണ് വൈഷ്ണവരും. അല്ലാത്ത ആൾക്കാര് ആസുര സ്വഭാവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അവർ ചെയ്യുന്ന ഈ പറഞ്ഞ യജ്ഞങ്ങളെല്ലാം അവിധിപൂർവകം എന്ന രീതിയിലാണ്. അവിധിപൂർവകം വേദങ്ങളിലെ ഏത് കാര്യവും അവസാനം എത്തിച്ചേരുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനെ നേരിട്ട് ആരാധിക്കുകയാണ് ശരിയായിട്ടുള്ള ക്രമം. അഹം ഹി സർവയജ്ഞാനാം ഭോക്ത പ്രഭുരേവച. സകല യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാൻ തന്നെയാണ്. എന്നെയാണ് ആരാധിക്കേണ്ടത്, എന്നെയാണ് നേരിട്ട് ആരാധിക്കേണ്ടത്. നവധ മാർഗപ്രകാരം ക്രിയേത അഥവാ ഭഗവതി അധ, ക്രിയേത ഭഗവതി അധ, ഈ 9 മാർഗങ്ങളും 90 മാർഗങ്ങളും നേരിട്ട് ഭഗവാനെയാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ വേറെ രീതിയിലല്ല, ഇൻഡയറക്റ്റ് ആയിട്ടല്ല. ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ പല ദേവന്മാരെയും പല ആൾക്കാരെയും പരമസത്യത്തിൻ്റെ സിമ്പിളായിട്ട് കണക്കാക്കി അവരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവിധിപൂർവമാണ്. വിധിപൂർവം ഡയറക്റ്റായിട്ട് കൃഷ്ണനെ വർഷിപ്പ് ചെയ്യണം. അപ്പോൾ ഈ അസുര സ്വഭാവികൾ കൃഷ്ണനെ വിട്ടുകൊണ്ട് സ്വന്തമായ രീതിയിൽ കുറേ മാർഗങ്ങൾ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കുറേ യജ്ഞങ്ങൾ ഉണ്ടാക്കി, അതിലൂടെ തനിക്ക് എത്തിച്ചേരാം, ആത്യന്തികമായ ലക്ഷ്യം കൈവരിക്കാം എന്ന് സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ച് അവരെയും നരകത്തിലേക്ക് എത്തി. സ്വയം നരകത്തിൽ വീഴുക മാത്രമല്ല, മറ്റുള്ളവരെയും നരകത്തിൽ വീഴും. അതുകൊണ്ട് ഇവർ ശിലപ്രബോധകർ റാസ്കൽസ് എന്ന് പറയും. റാസ്കൽ ആൻഡ് ഫൂൾ എന്ന് വാക്കേണ്ട വ്യത്യാസം. ഫൂൾ എന്ന് വെച്ചാൽ ഒരാൾ വിഡ്ഢിതനം ചെയ്യുന്നു, അയാൾക്ക് ബുദ്ധിയിലാണ്ട് അവർ വിഡ്ഢിതനം ചെയ്യുന്നു, അയാൾ നരകത്തിൽ വീഴുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കർമ്മഫലം എടുക്കും. റാസ്കൽ എന്ന് പറയുന്നതാണ്, താൻ വിഡ്ഢിതരാണ്, താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയാണെന്ന് മറ്റുള്ളവർ ധരിപ്പിച്ചുകൊണ്ട് അവരെ കൂടി ഇതിലേക്ക് വീഴ്ത്തും. അതുകൊണ്ട് ആക്ച്വലി ഇവര് റാസ്കൽസ് കൂടിയാണ്. അപ്പോൾ അവരെല്ലാം നരകത്തിൽ വീഴും, അവരുടെ അനുയായികളും നരകത്തിൽ വീഴും. അടുത്ത ശ്ലോകങ്ങൾ അത് കൂടുതലായിട്ട് വിശദീകരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു. വൈഷ്ണവ